2025 TRLയുടെ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് കാര്യത്തിലോട്ട് പോകാം. കുട്ടികളെ, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ടെൻറ്റേറ്റീവ് അപ്ഡേറ്റ്സ് ആണ്. അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. മനസ്സിലായ? ഇത് 99% കറക്റ്റ് ആണുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത്. ഒഫീഷ്യലായിട്ട് ഒരു അപ്ഡേറ്റ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ക്ലിയർ? ഇതൊരു ടെൻറ്റേറ്റീവ് അപ്ഡേറ്റ്സ് ആണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം. June 4 കേരള എന്നൊരു സ്റ്റേറ്റ് വരുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കുക എപ്പോഴായിരിക്കും എക്സാം ഡേറ്റ് എന്നതിനെ കുറിച്ചിട്ട്. ആൾറെഡി അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്നത് 2 എക്സാം ഡേറ്റ് ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ January 12 ആൻഡ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ January 13. ഈ 2 ഡേറ്റിലാണ് എക്സാം നടക്കാനുള്ള സാധ്യത. കുട്ടികളെ, അഗെയിൻ ഞാൻ ഒന്നുകൂടി പറയാം, ഇത് ടെൻറ്റേറ്റീവ് അപ്ഡേറ്റ്സ് ആണ്. ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും എന്നാണ് എക്സാം ഡേറ്റ് എന്നതിനെ പറ്റിയിട്ട്. മനസ്സിലായോ? അപ്പോൾ പല കുട്ടികളും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, സർ ഇതുവരെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല, അപ്പോൾ എക്സാം ഡേറ്റ് എങ്ങനെ നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായെന്ന്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ടെൻറ്റേറ്റീവ് അപ്ഡേറ്റ്സ് ആണ്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എന്തായാലും എക്സാമിന് ഒരു 10 or 50 ഡേയ്സ് മുന്നേ നിങ്ങളുടെ സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്. വളരെ ക്ലിയർ ആയല്ലോ? അപ്പോൾ എക്സാം നടക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ January 12 June 4 കുട്ടികൾക്ക്. എവിടെയാണോ നിങ്ങൾ റാലി അറ്റൻഡ് ചെയ്തത്, അതായത് നിങ്ങൾ ഫിസിക്കൽ എവിടെയാണോ അറ്റൻഡ് ചെയ്തത് അവിടെ തന്നെയായിരിക്കും നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കോയമ്പത്തൂരാണ് റാലി അറ്റൻഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും നിങ്ങളുടെ എക്സാമും വരാൻ പോകുന്നത്. ക്ലിയർ ആയ കുട്ടികളെ? അപ്പോൾ നിങ്ങളും ഈ തവണത്തെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റ് അനുസരിച്ച് നിങ്ങൾ അങ്ങോട്ട് ഇനി നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. ഉടനെ തന്നെ നിങ്ങൾ എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ ഇവിടുത്തെ ബാച്ചിലും കുട്ടികൾക്ക് ഇനിയും സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ നല്ലപോലെ പെട്ടെന്ന് ക്ലാസ്സുകൾ ആഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് ഇതേ രീതിയിൽ പെട്ടെന്ന് ഒരു എക്സാം ഡേറ്റും TA അനൗൺസ് ചെയ്യാൻ പോകുന്നത് തന്നെ എന്നാണ് നമുക്കറിയാൻ പറ്റിയിരിക്കുന്നത്. മനസ്സിലായി? ഇതിന് മുന്നേയൊക്കെ മിനിമം എന്തായാലും ഒരു 2 മാസം ലഭിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം 2 മാസം പോലും ഇവിടെ ലഭിക്കുന്നില്ല കുട്ടികൾക്ക്. ആൾറെഡി നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ജനുവരി ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആണെന്നായിരുന്നു. മനസ്സിലായി? അതിപ്പോൾ ടോട്ടലി മാറിയിരിക്കുകയാണ്. ഈ ഒരു ഡേറ്റ് ആകാനാണ് കൂടുതലും സാധ്യത. ക്ലിയർ? ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, റിട്ടേൺ എക്സാം ആണ് വരാൻ പോകുന്നത്. ഇത് ഓൺലൈനാണ് എക്സാം, ഒബ്ജക്റ്റീവ് ടൈപ്പാണ് എക്സാം വരാൻ പോകുന്നത്. 2 മണിക്കൂറാണ് എക്സാം. 10th and 8th സ്റ്റാൻഡേർഡിലുള്ള സിലബസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതായത് 8ാം ക്ലാസ് ലെവലിലുള്ള ട്രേഡ്സ്മാൻ, 10ാം ക്ലാസ് ലെവലിലുള്ള ട്രേഡ്സ്മാൻ, 10ാം ക്ലാസ്സിന് GD, പിന്നെ ക്ലർക്ക് എന്നീ ട്രേഡിലേക്കുള്ള എക്സാമാണ് നടക്കാൻ പോകുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 10th ലെവലിലുള്ള GDക്ക് വരുന്നത്, ഇവിടെ 10th ലെവലിലുള്ള സോൾജർ GDക്കും അതുപോലെ തന്നെ ട്രേഡ്സ്മാനും സെയിം സിലബസ് തന്നെയാണ്. ക്ലിയർ ആയല്ലോ? 8th ലെവലിലുള്ള ട്രേഡ്സ്മാനും 10th ലെവലിലുള്ള ട്രേഡ്സ്മാനും സെയിം സിലബസ് തന്നെയാണ് വരാൻ പോകുന്നത്. ജനറൽ നോളജ്, ജനറൽ സയൻസ്, മാത്സ് 20 ക്വസ്റ്റ്യൻ, 15 ടോട്ടൽ 15 ക്വസ്റ്റ്യൻ, ടോട്ടൽ 100 മാർക്സ്. ഇതേ രീതിയിലാണ് നിങ്ങൾ എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ലഭിക്കുമ്പോൾ ക്വസ്റ്റ്യനും വരാൻ പോകുന്നത്. അതായത് ഓരോരോ പാർട്ടായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ആദ്യം GK ആയിരിക്കും, പിന്നെ GS ആയിരിക്കും, പിന്നെ മാത്സ് ആയിരിക്കും. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം ക്ലർക്കിന് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. സോൾജർ ട്രേഡ്സ്മാൻ 8th പാസ്, അതുപോലെ തന്നെ സോൾജർ ക്ലർക്സ്. ഇവിടെ നിങ്ങൾ നോക്കുക, ജനറൽ നോളജ്, ജനറൽ സയൻസ്, മാത്സ് 20, 15, അതുപോലെ തന്നെ ടോട്ടൽ 50 ക്വസ്റ്റ്യൻ, 100 മാർക്സ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ ക്ലർക്കിൻ്റെ കാര്യം പറഞ്ഞാൽ GK, GS, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ ഇംഗ്ലീഷ്. ക്ലർക്കിന് ടോട്ടൽ 2 പേപ്പറാണ് വരുന്നത്. ക്ലിയർ ആയ കുട്ടികളെ? എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു ഡേറ്റ് എക്സ്പെക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇനി നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ ഇനി മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ് 2025 അടുത്ത TR റാലി എപ്പോഴായിരിക്കും വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട്. കുട്ടികളെ, എന്തായാലും ജനുവരി എക്സാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് എല്ലാം തന്നെ നമുക്കൊരു 2 to 3 മന്ത്സിനുള്ളിൽ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ അടുത്ത TR റാലി, അതായത് 2025 TR റാലി നിങ്ങൾക്ക് എന്തായാലും മാർച്ച് ഏപ്രിലോടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഇനി അടുത്ത TR റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ നല്ലപോലെ നിങ്ങളുടെ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യുക അടുത്ത TR റാലി അറ്റൻഡ് ചെയ്യാനായിട്ട്. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയാണ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.